ونشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس آني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير ذي الخلق كلهم. വേദിയിലുള്ള നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച നോർത്ത് കർണാടകയിലെ ഡോക്ടർ സയ്യിദ് സൈനുൽ ആബിദീൻ സാദാത്ത് തങ്ങൾ അൽ ഹൈദ്രോസി, മറ്റു ആദരണീയരായ സാദാത്തുക്കൾ, ചേറൂർ മൈദു സാദി ഉസ്താദ്, ഇപ്പോൾ ഇവിടെ എത്തിയ പ്രിയങ്കരരായ മോളൂർ മദനി ഉസ്താദ്, മറ്റു എല്ലാ ഉസ്താദുമാർ, ഈ സമ്മേളനത്തിൽ നിന്ന് റസ്വി സനദ് വാങ്ങുന്ന പണ്ഡിതന്മാരാണ്. അവരുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നത്. അല്ലാഹു തആല അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഒരുപാട് കാലം
ദീന് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് നടക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ദാറുൻ നജാത്ത് എന്ന പേരിൽ വർഷം ദീനി സംരംഭം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ 15ാം വാർഷികവും റജബ് മാസത്തിൽ നാം പ്രത്യേകം ഓർക്കാറുള്ള സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസുല്ലാഹു സർറഹുൽ അസീസ് മഹാനവരുകളുടെ ആണ്ട് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപന ചടങ്ങിലാണ് നാം ഇവിടെയുള്ളത്. ഇനിയും ധാരാളം മഹാരഥന്മാരും മറ്റുമെല്ലാം ഇവിടെ എത്തേണ്ടതുണ്ട്. അവരെല്ലാം ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരും. ഞാനൊരു കുറഞ്ഞ സമയം സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എണീറ്റ് നിന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തുക എന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിർമ്മിതമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് സംവിധാനിച്ചിട്ടുള്ള ഇലാഹിയായ വളുആണത്, അഥവാ അല്ലാഹു സംവിധാനിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാം മാത്രമേ റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യമായിട്ടുള്ളൂ. അതല്ലാത്തതൊന്നും അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമല്ല എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നതിന് പുറമെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ആ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ് എന്ന് പറഞ്ഞ അല്ലാഹു അതിനെ സംരക്ഷിക്കുന്നതും നാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്താനും അത് ഇവിടെ കാത്തു സൂക്ഷിക്കാനും വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരെ അല്ലാഹു തആല അതാത് സമൂഹത്തിലേക്ക് പറഞ്ഞ് അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണി എന്ന നിലക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ച് പറഞ്ഞയച്ചു. കാന നബിയു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സ വബുഇസ്തു ഇലൻ നാസി അമ്മ. മറ്റു പ്രവാചകർ അതാത് സമൂഹത്തിലേക്ക് മാത്രം നിയോഗിതരായവരാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാവരിലേക്കും നിയോഗിതരാണ് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്
അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമം ഇസ്ലാം എന്താണ് എന്ന് നേരിട്ട് കണ്ടു പഠിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. സ്വഹാബത്ത് എല്ലാവരും നീതിമാന്മാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബത്ത് അവരെല്ലാം നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴിയിൽ എത്തിച്ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. പിന്നീട് ഒരു കാലം വരും, നിങ്ങളന്ന് ഒരുപാട് ഭിന്നിപ്പുകൾ കാണും, വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഇസ്ലാമിന്റെ പേരിൽ തന്നെ. എന്നാലും നിങ്ങൾ ആ സമയത്ത് പതറിപ്പോകാതെ ചിതറിപ്പോകാതെ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അവിടെ നിങ്ങൾ എൻ്റെ ചര്യയെ മുറുകെ പിടിക്കണമെന്നും എൻ്റെ ഖുലഫാഉർ റാഷിദീൻകളായ സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിക്കണമെന്നും, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അനപ്പല്ല കൊണ്ട് കട്ടിയായി കടിച്ച് അത് വീണുപോകാത്ത വിധത്തിൽ പിടിക്കണം എന്നും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പും സൂചനയുമെല്ലാം നൽകിയ നേതാവാണ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സ്വഹാബത്ത് അവരുടെ ദീനീ പ്രബോധനം, ദീനീ പ്രവർത്തനം അത് കേവലം മക്കയിലും മദീനയിലും മാത്രം ഒതുങ്ങിയതല്ല. അവര് നാടുകൾ മുഴുവനും നാടുവൊട്ടാകെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ അവരങ്ങ് കടഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോയ സംഭവം വളരെ പ്രസിദ്ധമാണ്. ആ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഇത്രയും കാലം ഞാൻ എൻ്റെ ഉസ്താദിന്റെ കൂടെ കഴിഞ്ഞവനാണ്, എങ്ങനെയാണ് എനിക്ക് അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചത് ഒരു വാചകം പറഞ്ഞിട്ടാണ്, യാ മുആദ് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നിങ്ങൾ കാരണം ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടിയാൽ ദുനിയാവും ആ ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും നിങ്ങൾക്കത് ഖൈറാണ് എന്ന വാചകം പറഞ്ഞിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചത്, സമാധാനിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ സ്വഹാബത്തിലൂടെ ലോകമൊട്ടാകെ ഇസ്ലാം വ്യാപിച്ചു. ഇവിടെ ഖാജാ തങ്ങളെയും കൂടി അനുസ്മരിക്കുന്ന സദസ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഖാജാ തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങൾ പിന്നിട്ടു ജനങ്ങളെ. എന്തുകൊണ്ടാണ് മഹാനവരുകളുടെ പേരിൽ ഇന്നും ജനങ്ങൾ ആണ്ട് കഴിക്കുന്നു, അനുസ്മരിക്കുന്നു? കാരണം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അത്വാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ മദീനയിൽ പോയി. വസാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. വറആഹു, ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത ഖാജാ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ചെയ്തു. ഫഅറാഹു അജ്മീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജാ തങ്ങൾക്ക് അജ്മീറിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ, നിങ്ങൾക്ക് ഞാൻ ഹിന്ദുസ്ഥാനിന്റെ അധികാരം നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലോട്ട് പോകണം, അജ്മീറിൽ പോകണം. ആ അജ്മീറിനെ കാണിച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഖാജാ തങ്ങൾ 40ഓളം ആളുകളോടൊപ്പം അജ്മീറിൽ വന്നു എന്ന് ചരിത്രം പറഞ്ഞു. ആ അജ്മീറിൽ വന്നിറങ്ങിയപ്പോൾ ജ്യോത്സ്യന്മാരുടെ
സഹായം കൊണ്ട് അവിടെയുള്ള രാജാവിന് ഇങ്ങനെ ഒരാൾ വരുന്നു എന്നും അയാൾ ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വരികയാണ് എന്ന് നേരത്തെ ജ്യോത്സ്യന്മാരിലൂടെ വിവരം കിട്ടിയപ്പോൾ അവിടെ രാജാവ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നു ഖാജാ തങ്ങളെ ബന്ദ് ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അവർ ഖാജാ തങ്ങൾ അവിടെ വന്നിറങ്ങിയപ്പോൾ മഹാനവരുകളെ നേരിട്ട് കണ്ടതോടുകൂടെ അവരെല്ലാം അവിടുന്ന് ഖാജാ തങ്ങളെ അംഗീകരിച്ചു. റളിയല്ലാഹു അൻഹു മുതദല്ലിലീന, അവർ തന്നെ വിനയാൻവിതരായി എന്ന് പറഞ്ഞത് മൗലിദിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണോ അവർക്ക് ആരെയും പേടിക്കേണ്ടതില്ല, ഒരാളെയും ഭയക്കേണ്ടതില്ല. ഓ സുഹൃത്തുക്കളെ, ഏത് വഅദിന്റെ സദസ്സും എന്തിനുള്ളതാണ്? ഏത് സ്ഥാപനവും എന്തിനുള്ളതാണ്? ഇവിടെ പ്രവർത്തിക്കുന്ന ദാറുൻ നജാത്തായാലും നമ്മുടെ ഏത് സ്ഥാപനങ്ങളായാലും അതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്നാണ്: പരിശുദ്ധ ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക, ഈമാനുള്ള ജനങ്ങളുടെ ഖൽബിൽ അല്ലാഹുവിൻ്റെ ചിന്ത ഇട്ടുകൊടുക്കുക, ആ റബ്ബിലുള്ള ഭയം ഇട്ടുകൊടുക്കുക. അതാണ് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ എല്ലാവരും അവരെ പേടിക്കോ. അതാണ് ഖാജാ തങ്ങളെ അവിടുത്തെ ആളുകൾ പേടിച്ചു പോയി. എന്തേ കാരണം? ഖാജാ തങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാനാണ്. ആ മഹാനവരുകൾ അജ്മീരിൽ വന്ന് വെറുതെ ഇരുന്നില്ലല്ലോ. അവിടുന്ന് അല്ലാഹുവിന്റെ ദീന് അത് നിലനിർത്തുകയാണ്. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എങ്ങനെയാണ് ദീന് പ്രചരിപ്പിച്ചത്? ഭീകരവാദം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, ടെററിസം കൊണ്ടല്ല. പിന്നെയോ മഹാനരാകുമ്പോൾ അല്ലാഹു തആല വലിയ ബഹുമാനം നൽകും. അതിനാണ് കറാമത്ത് എന്ന് പറയൽ. ആ കറാമത്തിലൂടെയല്ലേ ഔലിയാക്കൾ ദീന് പ്രചരിപ്പിച്ചത്. ആ ഔലിയാക്കളിൽ മഹാനരല്ലേ ഖാജാ തങ്ങൾ. മഹാനവരുകൾ കറാമത്ത് മുഖേന ദീൻ പ്രചരിപ്പിക്കുന്നു. എത്ര സംഭവങ്ങൾ പറയാനുണ്ട്, ഒന്ന് രണ്ടാണോ? ഇവിടെ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സാമ്പിളിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറയട്ടെ. ബഗ്ദാദിന്റെ വഴിയിൽ ഖാജാ തങ്ങൾ കുറച്ച് ആളുകളെ കാണുകയാണ്. അവരെല്ലാം യഅ്ബുദൂനന്നാർ, തീയിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തീയിനെ ആരാധിക്കുന്ന ജനങ്ങളെ ബഗ്ദാദിന്റെ വഴിയിൽ ഖാജാ തങ്ങൾ കണ്ടപ്പോ ഖാജാ തങ്ങൾ ചോദിച്ചു, ഈ തീയിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? തീ ആരാധിക്കുന്നവനെ പോലും ചിലപ്പോൾ കരിച്ചു കളയും. അപ്പൊ നിങ്ങളെ തന്നെ ചിലപ്പോ കരിച്ചു കളയും. അങ്ങനെയുള്ള നിങ്ങൾ ഈ തീയിനെയാണോ ആരാധിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അത് തീയിന്റെ പ്രകൃതിയാണ്, അത് മോശമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. തീയിന്റെ പ്രകൃതിയാണ് കത്തിക്കുക, കരിച്ചു കളയ, അങ്ങനെയാണ്. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞു? തീയിനങ്ങനെ ഒരു പ്രകൃതിയുണ്ടെങ്കിലും ആ തീയിനപ്പുറം ഒരു ശക്തിയുണ്ട്. ഓ ജനങ്ങളെ, നിങ്ങളിപ്പോൾ കണ്ട ഈ തീയല്ല ശക്തിയുള്ളത്. ആ തീയിനപ്പുറം ശക്തിയുള്ള ഒരു സൃഷ്ടാവുണ്ട്, ശേഷിയുള്ള ഒരു സൃഷ്ടാവുണ്ട്, കഴിവുള്ള സൃഷ്ടാവുണ്ട്. അവനാണ് അല്ലാഹ്. ആ റബ്ബിന്റെ ഏകലില്ലാതെ, ആ റബ്ബിന്റെ ഓർഡർ ഇല്ലാതെ ഒരു തീനും കത്തിക്കാനുള്ള കഴിവില്ല, ഒരു തീനും കരിച്ചു കളയാനുള്ള കഴിവില്ല. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ പറഞ്ഞിട്ട് ഖാജാ തങ്ങൾ എന്തു ചെയ്തു റളിയല്ലാഹു അൻഹു? ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ അങ്ങ് കയ്യിൽ പിടിച്ചു. എന്നിട്ടതാ അവിടെയുള്ള തീയിലങ്ങ് കടന്നു ചെല്ലുന്നു. തീയിലങ്ങ് കടന്നു. ഒറ്റക്കല്ല കടന്നത്, പിന്നെ വേറെന്തെങ്കിലും മുടന്ത ന്യായം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ കൂട്ടത്തിലുള്ള ഒരു ഗുലാമിനെയും പിടിച്ചിട്ടാണ് ഖാജാ തങ്ങൾ ആ തീയിലങ്ങ് കടക്കുന്നത്. കടക്കുമ്പോൾ ഒരു വാചകം ഉരുവിടുന്നു, ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതേ ധിക്കാരിയായ നുമ്രൂദ് എന്ന മനുഷ്യൻ തീക്കുണ്ടാരത്തിലോട്ടങ്ങ് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം അത് ഖുർആനിലുള്ള ആയത്താണല്ലോ. ആ വാചകം ഉച്ചരിച്ചുകൊണ്ടാണ് ഖാജാ തങ്ങൾ അതിലോട്ടങ്ങ് കടക്കുന്നത്. ഒരൽപ്പനേരം അങ്ങ് കഴിഞ്ഞപ്പോൾ ഖാജാ തങ്ങളും കൂടെയുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു, മടങ്ങി വരുന്നു. ഒരു രോമത്തിനും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല, ഒരു മങ്ങലും ഏറ്റിട്ടില്ല, ഒരു പോരലും ഏറ്റിട്ടില്ല. ഈ മഹാത്ഭുതം കണ്ട ജനങ്ങൾ അവരെല്ലാവരും തീരെ ആരാധിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. ഈ അത്ഭുതം കണ്ട അവരങ്ങ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കറാമത്ത് മുഖേനയാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടതും ഇസ്ലാം വ്യാപിക്കുന്നതും. അങ്ങനെയാണ്, അല്ലാതെ ഒരാളെയും നിർബന്ധിച്ചിട്ടല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ അങ്ങനെ ഒരു നിർബന്ധിപ്പിക്കൽ തന്നെ ഇല്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നിങ്ങൾക്ക് ഏത് മതം വേണമെങ്കിലും അംഗീകരിക്കാം, പക്ഷേ ഏകനായ സൃഷ്ടാവായ റബ്ബിന്റെ അരികിൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കാണ് പരലോകത്ത് വിജയം എന്ന് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസം. അതിന്റെ പേരിൽ ഇവിടെ ഒരു വർഗീയതയുമില്ല, ഒരു ഭിന്നിപ്പുമില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, ദാറുൻ നജാത്തിന്റെ പരിപാടി അതിന്റെ 15ാം വാർഷികം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ എത്രയോ ഹൈന്ദവർ ഇവിടെ വന്നു. നേരത്തെ മഗ്‌രിബിന് മുമ്പ് അവരിവിടെ സംസാരിച്ചു എന്നെല്ലാം ഞാൻ നേരത്തെ അറിയാൻ സാധിച്ചു. മാത്രമല്ല, നല്ല ഒരു സംഖ്യ, ഒരു വലിയ സംഖ്യ, ഒരു ഹൈന്ദവ സഹോദരൻ ഈ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിച്ച് നല്ല ഒരു സംഖ്യ ഇവിടെ നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അല്ലാഹു അതിന്റെ എല്ലാം സന്തോഷം ആ ഹൈന്ദവ സഹോദരന് അല്ലാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അല്ലാഹു നല്ല വെളിച്ചം അവർക്കും നമുക്കുമെല്ലാം നൽകി നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മതസൗഹൃദമാണ്. മതസൗഹൃദത്തിനൊരു കുറവുമില്ല. അതുകൊണ്ടാണ് അജ്മീരിൽ പോയി നോക്കൂ നിങ്ങൾ, ഖാജാ തങ്ങളോട് ഹൈന്ദവർക്ക് എതിർപ്പുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മുടെ ചിഗുറുബാദെ ഈ പരിസരത്തുള്ള കാലാവസ്ഥയല്ല അജ്മീരിൽ. ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പാണ്. എന്നിട്ടും അവിടെ ഖാജാ തങ്ങളുടെ പരിസരത്ത് മാത്രമല്ല, പരിസരത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വരെയാണ് ജനങ്ങൾ ആ രംഗങ്ങൾ മുഴുവനും വീക്ഷിക്കുന്നത്. അവിടെ ഒരുമിച്ച് കൂടുന്നത് മുസ്ലിംകൾ മാത്രമാണോ? അല്ല. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിശ്വാസികളും അതുപോലെ എല്ലാ മതക്കാരും അവിടെ ഖാജാ തങ്ങളുടെ അരികിൽ വരുന്നു. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരികൾ ഇങ്ങനെ ദർസ് ചൊല്ലിക്കൊടുക്കുന്നു. ദർസ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലതുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, എണീറ്റ് നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കുന്നു, ദർസ് ചൊല്ലിക്കൊടുക്കുന്നു. ഇങ്ങനെ സബക്കിന്റെ ഇടയിൽ, ക്ലാസിന്റെ ഇടയിൽ, ദർസിന്റെ ഇടയിൽ വലതുവശത്തേക്ക് നോക്കുന്നു, ഇടയ്ക്ക് എണീറ്റ് നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ശിഷ്യന്മാർക്ക് എല്ലാം ഉസ്താദുമാരോട് ചോദിക്കാൻ കഴിഞ്ഞൊന്നുമില്ല. എന്നാൽ ഉസ്താദുമാരോട് വളരെ അടുപ്പം പ്രാപിച്ച ശിഷ്യന്മാരുണ്ടാവും, അവര് ചിലത് ചോദിക്കും. അപ്പൊ എല്ലാവരും പോയതിനു ശേഷം വളരെ അടുപ്പം സ്ഥാപിച്ച ശിഷ്യന്മാർ ഖാജാ തങ്ങളോട് ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലതുവശത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, പിന്നെ എണീറ്റ് നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ദർസ് നടത്തുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വലതുവശത്തേക്ക് നോക്കുന്നു, എണീറ്റ് നിൽക്കുന്നു? അപ്പൊ മഹാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നിങ്ങനെ കാണുകയാണ്. എന്തിനെയാണ് കാണുന്നത്?
മസാറ മുർഷിദി, എൻ്റെ മുർഷിദിന്റെ ഒരു മസാറിനെയാണ് ഞാൻ കാണുന്നത്. വലതുവശത്തേക്ക് നോക്കിയപ്പോൾ ആ മുർഷിദിന്റെ മസാറ് കണ്ടപ്പോ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കുകയാണ്. മുർഷിദിന്റെ മസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യഖ്സിദുൽ മക്കത്തൽ മുക്കറമ. ചരിത്രത്തിൽ കാണാം മുർഷിദിന്റെ മസാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മക്കത്തുൽ മുക്കറമയാണ്. ഇനിയിപ്പോ ഷെയ്ഖിന്റെ മഖബറയാണെന്ന് പറയാൻ പോണ്ട. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞ് മുർഷിദിന്റെ മസാർ എന്ന് പറഞ്ഞാൽ യഖ്സിദു അൽ മക്കത്തൽ മുക്കറമ. والصلاة القائمة محمد وسيلة وبعد مقام محمود. بسم الله الرحمن الرحيم. اللهم لا إله إلا هو الحي من ذا الذي يشفع മക്കത്തുൽ മുക്കറമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ മക്കത്തുൽ മുക്കറം എങ്ങനെ കാണും? അത് ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കുകയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനായ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. ഓ ഈമാനുള്ള ഉമ്മമാരെ, ഇവിടെ സ്ത്രീകളും വാല് കേൾക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ഇസ്ലാമിന്റെ വെളിച്ചം അത് വല്ലാത്ത പ്രകാശമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒന്നും ഈ വെളിച്ചം കിട്ടൂല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല പ്രത്യേകം പരിഗണിച്ച് നൽകുന്ന വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശം മുഖേന ഖൽബിൽ അല്ലാഹുവിന്റെ ഭയം ഉണ്ടാക്കിയെടുക്കണം, ഖൽബിൽ പേടിയുണ്ടാക്കിയെടുക്കണം. അതിന് അല്ലാഹു തആല ഈമാനുള്ള ജനങ്ങൾക്ക് പ്രത്യേകം പരിഗണിച്ച് ചില മാസങ്ങൾ അല്ലാഹു കനിഞ്ഞു നൽകും. ആ മാസങ്ങളിൽ ഒന്നാണ് റമളാൻ. ആ റമളാന് പെട്ടെന്ന് വന്നാ പോരാ. കാരണം റമളാന് ഈമാനുള്ള ജനങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അതിങ്ങനെ കടന്നു വന്ന് യാത്ര പറയാനുള്ള മാസമല്ല. അതുകൊണ്ട് റമളാനിൻ വരുമ്പോഴേക്ക് ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങണം. അതിനാ റമളാനിന് മുമ്പ് 2 പ്രധാനപ്പെട്ട മാസം അല്ലാഹു നമുക്ക് അതാ നൽകി. അതിൽ ഒന്നാണ് റജബ്,
മറ്റൊന്നാണ് ശഅബാൻ. ആ റജബിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ബയ്യിദ് സ്വഹീഫതക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ഓ ജനങ്ങളെ, നാളിക്കത്തുന്ന തീയുണ്ടല്ലോ, നരകമുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒന്നിനു കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അത് ബിസ്വാലിഹിൽ അമൽ, നല്ല നല്ല അമലുകൾക്കേ കഴിയുകയുള്ളൂ. ആ നല്ല അമല് കൊണ്ട് ഈ റജബ് മാസത്തിൽ കറുത്തിരുണ്ടുപോയ നിങ്ങളുടെ ഏടുകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് വെളുപ്പിക്കാൻ നോക്കണേ. റജബ് വന്നിട്ടും തെറ്റുകൾ നിർത്താത്തവരില്ലേ? റജബ് മാസം വന്നിട്ടും പാപം അവസാനിപ്പിക്കാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ഉസ്താദ് ഖുത്ബ ഓതാൻ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ ഖുത്ബയുടെ ഏടല്ലേ അൽ ഖുത്ബത്തുൻ നബാത്തിയ. അതിലുണ്ടല്ലോ ഒരു വരി, റജബിലെ ആദ്യത്തെ ഖുത്ബ അതല്ലേ, അത് കഴിഞ്ഞു പോയില്ലേ? എന്താണ് ആ ഖുത്ബയിലുള്ളത്? ഫഇന്നൽ മുദ്നിബ ഫീ ഹാദ അശ്ശഹർ ലാ യുമഹലു വഉഖൂബതുഹു തുഖദ്ദമു വതുഅജ്ജലു. ഓ ജനങ്ങളെ, റജബ് വന്നിട്ടും തെറ്റ് ചെയ്യുന്നത് നിർത്താത്ത മനുഷ്യൻ, പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കാത്ത മനുഷ്യൻ, ഓ വാത് കേൾക്കുന്ന പെങ്ങളെ, ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ആ റജബ് വന്നിട്ട് പോലും അത് കേവലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ മാത്രമുള്ളതല്ലല്ലോ. എല്ലാ തെറ്റുകൾ അവസാനിപ്പിക്കാനല്ലേ റജബ് വന്നത്. എന്നിട്ടും ആ റജബില് ഹറാമ് ചെയ്യുന്നത് നിർത്തുന്നില്ല, ഹറാമ് പറയുന്നത് നിർത്തുന്നില്ല, ഹറാമ് കേൾക്കുന്നത് നിർത്തുന്നില്ല, ഹറാമ് കാണുന്നത് നിർത്തുന്നില്ല, ഹറാമ് ചിന്തിക്കുന്നത് നിർത്തുന്നില്ല. എന്നാൽ ഈ റജബ് കടന്നു വന്നിട്ടും തെറ്റ് ചെയ്യുന്ന ആളുകൾ ലാ യുമഹലു വഉഖൂബതുഹു തുഖദ്ദമു വതുഅജ്ജലു. ജനങ്ങളെ, അവർക്കുള്ള ശിക്ഷ പെട്ടെന്ന് തന്നെ കടന്നു വരൂ. അവർക്കുള്ള ശിക്ഷ പെട്ടെന്ന് കടന്നു വരൂ. അതിന് കുറെ താമസമൊന്നും ഉണ്ടാകൂല. അവർക്ക് കുറെ താമസിക്കാൻ സമയം കിട്ടൂല. കാരണം ഇത്രയും നല്ല ബറക്കത്തുള്ള മാസം വന്നിട്ടും അതേ നല്ല ഈമാനുള്ള ഉമ്മമാര് റജബ് ഫുള്ളായി നോമ്പ് നോൽക്കുന്നു, ശഅബാന് ഫുള്ളായി നോമ്പ് നോൽക്കുന്നു, റമളാന് ഏതായാലും നോമ്പ് നോൽക്കുന്നു, പിന്നീട് അതാ തുടർന്ന് ശവ്വാലിലെ 6 ദിവസവും, അങ്ങനെ 3 മാസം തുടരെയും ശവ്വാലിലെ 6 നോമ്പും അങ്ങനെ നന്നാകണമെന്ന് കരുതിയിട്ട് നോക്കുമ്പോ, ഓ പെങ്ങളെ, നിനക്കിപ്പോഴും റജബ് വന്നിട്ടും തെറ്റ് ചെയ്യുന്നത് നിർത്താൻ തോന്നിയിട്ടില്ല. എന്നാൽ മഹാന്മാര് പറയുന്നത് വെറുതെയല്ല. ഒരുങ്ങിക്കോ, നിന്നെ പിടിച്ചു കുലുക്കുന്ന അദാബ് വരാൻ സമയമായി. അത് നേരിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഒരുങ്ങിക്കോ. അതിന് വരാൻ കുറെ സമയമുണ്ടെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഒരാളും കരുതണ്ട. ഓ ഉമ്മമാരെ, ഇബാദത്താണ് ലക്ഷ്യം വെക്കേണ്ടത്. മറ്റുള്ളതെല്ലാം പുറംപോച്ചികളാണ്. എത്ര കണ്ട് ഇബാദത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന ബോധം വേണം. ഇബാദത്ത് കൊണ്ടാണ് റജബ് മാസത്തിൽ കറുത്തുപോയ ഏടിനെ വെളുപ്പിക്കേണ്ടതെന്ന് മഹാന്മാർ പറഞ്ഞില്ലേ? എന്ത് ഇബാദത്താണ് നമ്മുടെ കയ്യിലുള്ളത് ഉമ്മമാരെ? നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ വല്ല ഇബാദത്തുമുണ്ടോ? അതുകൊണ്ടാണല്ലോ ഇബ്നുൽ ജൗസി തങ്ങൾ സിഫത്തു സഫുവയിൽ ഒരു വലിയ ഇബാദത്തുള്ള ഒരു മഹദിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ആ മഹദി ഇബാദത്ത് ചെയ്യാൻ നല്ല സമയം കണ്ടെത്തിയ മഹദിയാണ്. ഇബാദത്തിനൊരു കുറവുമില്ല. എപ്പോഴും ഇബാദത്ത് ഇബാദത്ത് ഇബാദത്ത്. എന്നാൽ അറിയുമോ ഉമ്മമാരെ,
ആ മഹദിക്കൊരു സ്വഭാവമുണ്ട്. വൈകുന്നേരമായാൽ സ്വന്തം ശരീരത്തെ വിളിച്ചിട്ട് ആ മഹദി പറയും, യാ നഫ്സ്, ഓ ശരീരമേ, ഇതാ രാത്രിയാണല്ലോ കടന്നു വരുന്നത്. അല്ലൈലതു ലൈലതുകി ലാ ലൈലത ലകി ഗൈറുഹാ. ഈ രാത്രി അത് നിന്റെ രാത്രിയാണ് പെണ്ണേ. സ്വന്തം ശരീരത്തെ വിളിച്ചിട്ട് പറയാണ്, ഈ രാത്രി അത് നിന്റെ രാത്രിയാണ് പെണ്ണേ. നീ ചിന്തിക്കേണ്ടത് ഇത് എന്റെ അവസാനത്തെ രാത്രിയാണ്. ഈ രാത്രി കഴിഞ്ഞാൽ നാളത്തെ ഒരു രാത്രിയുണ്ട്. പക്ഷേ ആ രാത്രി എനിക്കുള്ളതാകണമെന്നില്ല. ഇത് എന്റെ അവസാനത്തെ രാത്രിയായി പോയാലോ എന്ന് കരുതിയിട്ട് ഫജ്തഹിദി, രാത്രി നന്നായി അധ്വാനിക്കണം, കുറെ അങ്ങ് ഇബാദത്ത് ചെയ്യണം. കാരണം നിന്റെ ഖബറിൽ വെളിച്ചം എത്തിക്കാനാണ്, നിന്റെ മഹ്ശറിൽ നിന്നെ രക്ഷപ്പെടുത്താനാണ്. പാപം കൊണ്ട് കറുത്തിരുണ്ടുപോയ നിന്റെ ഏടുണ്ടല്ലോ, അതൊന്ന് വെളുപ്പിക്കാനാണ്. എന്നിട്ട് ആ മഹദി വീണ്ടും പറയാണ്, ഫൈദ അസ്ബഅത്. ചരിത്രത്തിൽ കാണാം ഉമ്മമാരെ, അതാ ആ രാത്രി അങ്ങ് കഴിഞ്ഞു. പിന്നീട് പ്രഭാതമായാൽ ആ മഹദി വീണ്ടും സ്വന്തം ശരീരത്തെ വിളിച്ചിട്ട് പറയാണ്, യാ നഫ്സ്, ഓ അല്ലയോ ശരീരമേ, അൽയൗമു യൗമുക്, ഇന്നത്തെ ഈ പകലുണ്ടല്ലോ അത് നിന്റെ പകലാണ്. ലാ യൗമ ലകി ഗൈറു, നിനക്ക് ഇത് അവസാനത്തെ ദിവസമായിരിക്കും. നാളെയും പകലുണ്ട്, ശരിയാണ്, പക്ഷേ നീ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. നാളത്തെ പകലിൽ നീ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. ഇത് നിന്റെ അവസാനത്തെ പകലാണെന്ന് നീ കരുതണം. എന്നിട്ടതാ ഫജ്തഹിദി, നീ നന്നായി ഇബാദത്ത് ചെയ്ത് അധ്വാനിക്കണം. ഇബാദത്ത് കുറഞ്ഞുപോയ കാലഘട്ടമല്ലേ ഉമ്മമാരെ ഇത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളതെല്ലാം ഉണ്ട്, എല്ലാമുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. എല്ലാറ്റിനും ഒരു കുറവില്ല. കാര്യമായ കുറവുള്ളത് ഇബാദത്താണ്. ഏത് ഇബാദത്ത്? കാട്ടിക്കൂട്ടലുകളെ കുറിച്ചല്ല ഉമ്മമാരെ ഞാൻ ഈ പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സൂറത്ത് ഖുർആനിലില്ലേ, ആ സൂറത്തിന്റെ തുടക്കത്തിലില്ലേ ഒരു ആയത്ത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതേ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ അവരാണ് വിജയിച്ചവർ. യഥാർത്ഥത്തിൽ ഈമാനുള്ളത് കൊണ്ട് മാത്രം വിജയമല്ല, അതേ, നിസ്കരിച്ചത് കൊണ്ട് മാത്രമുള്ള വിജയമല്ല. യഥാർത്ഥത്തിലുള്ള വിജയം അതേ ഈമാനുള്ളതോടുകൂടെ ഖൽബിൽ വലിയ ഭക്തിയുള്ളവർ, നിസ്കാരത്തിൽ വലിയ ഭക്തിയുള്ളവർ അവരാണ് വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ. ആ ഭക്തിയുള്ള നിസ്കാരമാകുന്ന ഇബാദത്ത് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഉമ്മമാരാകണേ. നമ്മുടെ ഈ മഹത്തായ സദസ്സിന് എല്ലാ അർത്ഥത്തിലും ആത്മീയമായ നേതൃത്വം നൽകുന്ന ബറേൽവി ഷരീഫിൽ നിന്ന് അലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ പേരക്കുട്ടി ഷെയ്ഖ് മന്നാനിമിയ ഹസ്രത്ത് നമ്മുടെ വേദിയിൽ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, മഹാനവരുടെ അനുഗ്രഹീതമായ കരങ്ങളാലാണ് ഇന്ന് ഈ ദാറുൻ നജാത്ത് എന്ന മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി റസ്വി എന്ന് പറയുന്ന ആ മഹത്തായ സനദ് സ്വീകരിക്കുന്നത്. അല്ലാഹു മഹാനവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ പോലെയുള്ള നമ്മുടെ മഹാരഥന്മാരുടെയൊക്കെ തണൽ അല്ലാഹു ദീർഘകാലം ഞങ്ങൾക്ക് നല്ല ആഫിയത്തോടുകൂടെ നിലനിർത്തി തരട്ടെ.
അവരുടെ തണലിലായി ഞങ്ങൾക്കും അള്ളാഹു ഒരുപാട് കാലം ദീനിനു വേണ്ടി ഇൽമിനു വേണ്ടി ജീവിക്കാൻ അള്ളാഹു നല്ല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്ത് അത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഖബറിൽ രക്ഷ പ്രാപിക്കാനുള്ളതാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇബാദത്ത് അത് വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ പുരുഷന്മാരോട് പറയട്ടെ, നേരത്തെ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ നല്ല ഭയം ഭക്തിയും അതൊക്കെ ഉള്ള ആളുകളാണ് വിജയിച്ചത് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ. എന്നാൽ പുരുഷന്മാരും കഴിവിന്റെ പരമാവധി ഇബാദത്ത് ചെയ്ത് ആഖിറം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഒരു മഹദിയുടെ ചരിത്രം പറഞ്ഞതുപോലെ, പുരുഷന്മാരെ എന്നോടും നിങ്ങളോടും പറയാണ്, അബൂ നുഐം തങ്ങളെ ഹില്യത്തുൽ ഔലിയായിൽ കാണാം. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ മഹാനാണല്ലോ. ആ മഹാനവരുകൾക്ക് ഇതിനപ്പുറം വേറെ എന്ത് മഹത്വമാണ് വേണ്ടത്? മദീനത്തെ പള്ളി അൽ മസ്ജിദുൻ നബവിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും മഹത്വമുള്ള രണ്ടാമത്തെ പള്ളി. ആ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനല്ലേ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. എന്നാൽ മഹാനവരുകൾ സന്തോഷത്തോടെ പറയുന്നതൊന്ന് നോക്കൂ നിങ്ങൾ. മാ ഫാത്തത്നി തക്ബീറത്തുൽ ഊലാ മുൻദു 50 സന. പള്ളിയിൽ നിന്ന് വാങ്ക് വിളി കേട്ട ഉടൻ പള്ളിയിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് കരുതി അതേ പള്ളിയിൽ എത്തുന്ന ഈമാനുള്ള ഉപ്പമാരില്ലേ, ഈമാനുള്ള യുവാക്കളില്ലേ, അതേ സമയത്ത് അങ്ങാടിയിൽ പള്ളി ഉണ്ടായിട്ടോ ആ പള്ളിയുടെ വാങ്ക് വിളി കേട്ടിട്ട് കേൾക്കാത്തതുപോലെ നടിക്കണ യുവാക്കളുമില്ലേ? എന്നാൽ ചെറുപ്പക്കാരെ നന്നായി കേൾക്കണേ. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 50 വർഷക്കാലമായി, മറ്റൊരു റിപ്പോർട്ടിലുണ്ട് 40 വർഷക്കാലമായി, ഏതായാലും അഭിപ്രായമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ കഴിഞ്ഞ 40 വർഷക്കാലമായി 50 വർഷക്കാലമായി എനിക്കതാ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് പള്ളിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഞാൻ അവിടെ എത്തിച്ചേരുന്നു. 40 വർഷക്കാലം ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ ഇന്ന് പള്ളിയിൽ എത്തിയാൽ തന്നെ അതാ 1-ാം സഫ് തന്നെ വേണമെന്ന വാശിയില്ല. പള്ളിയിലെത്തിയാൽ നിസ്കാരത്തിൽ ഏറ്റവും മഹത്വമുള്ള ഇടമേതാണ്? അത് 1-ാം സഫാണ്. മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ ഏറ്റവും മഹത്വമുള്ള സഫ് ഏതാണ്? 1-ാം സഫാണ്. ആ 1-ാം സഫിൽ തന്നെ കയറി നിസ്കരിക്കണമെന്ന വാശിയില്ല. സുബ്ഹാനല്ലാഹ്, വേണമെങ്കിൽ ചിലപ്പോ മുന്തിക്കേണ്ടതല്ലെങ്കിലും നമ്മളതാ 1-ാം സ്ഥാനം കൊടുക്കും. അങ്ങനെയാണ്. ഫാനിന്റെ കാറ്റ് ചിലപ്പോ 1-ാം സഫിൽ കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എസിന്റെ തണുപ്പ് ചിലപ്പോൾ 1-ാം സഫിൽ കിട്ടിക്കോണമെന്നില്ല. അതിന് 1-ാം സഫിൽ സ്ഥലം ഉണ്ടെങ്കിലും വേറൊരുത്തനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് നമ്മൾ മതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. എന്താ കാരണം? അവിടെ AC ഉണ്ട്. 2-ാം സഫായാലും തിരക്കേടില്ല, AC ആയതുകൊണ്ട് ആ തണുപ്പ് കൊള്ളാൻ വേണ്ടിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനവരുകൾ നമ്മുടെ വേദിയിലുള്ളത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ നിർത്തുകയാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. 1-ാം സഫാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ നളർതു ഫീ ഖഫാ റജുലിൻ ഫി സ്വലാത്തി
ആ കഴിഞ്ഞ 50 വർഷക്കാലം അല്ലെങ്കിൽ 40 വർഷക്കാലം ഞാൻ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ മുന്നിലുള്ള ഒരാളെ പെറടി ഞാൻ കണ്ടിട്ടില്ല. കാരണം നിൽക്കുന്നത് 1-ാം സഫിലാണ്. അപ്പൊ പിന്നെ വേറൊരാളെ പെറടി കാണാനില്ലല്ലോ. അങ്ങനെ 1-ാം സഫ് മുലാസമത്ത് ചെയ്ത് കഴിഞ്ഞ 40-50 വർഷക്കാലം ജമാഅത്തായി നിസ്കരിച്ച സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പരലോകത്ത് വരുമ്പോൾ അവരെ ഒന്ന് കാണാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഞങ്ങളെ കൊണ്ട് കഴിയുമോ? ഞാൻ എൻ്റെ വാല് നിർത്തുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ ദീനുമായി അടുപ്പിക്കാനാണ്, അതുപോലെ ഇബാദത്തുമായി അടുപ്പിക്കാനുമാണ്, അല്ലാഹുവിൻ്റെ ചിന്ത ഖൽബിൽ ഇട്ടുകൊടുക്കാനാണ്. അതിന് ഏറ്റവും ആവശ്യമുള്ളതാണ് ഇൽമ്. അല്ലാഹുവിൻ്റെ ദീനിയായ ഇൽമ് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇൽമിനേക്കാൾ വലിയ പ്രസക്തിയുള്ളത് വേറല്ല. ഇവിടെ ഇന്ന് സനദ് വാങ്ങുന്ന റസ്വി പണ്ഡിതന്മാർ, അല്ലാഹുവേ നീ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ അവസാനം നിമിഷം വരെ കഴിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നമ്മൾ എന്ത് ബിസിനസ്സിന് ഒരുങ്ങിയാലും ബിസിനസ് വേണ്ടെന്നല്ല, കച്ചവടം വേണ്ടെന്നല്ല, എന്നാൽ അതൊക്കെ ഒരു സൈഡിൽ വേണം. എന്നാൽ ഇൽമുമായി ഒരു ചെറിയ സമയമെങ്കിലും ഞങ്ങൾ പഠിച്ചത് ഇൽമുമായി ബന്ധപ്പെടാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. അല്ലാഹു നമുക്കതിന് ഈ വേദി കാരണമാക്കി തരട്ടെ. ഇൽമിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഗതി തന്നെയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അൽ ഹാവിലിൽ ഫത്താവയിൽ അതിന്റെ 2-ാം വാള്യത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട അബുൽ മആലി ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാ വലിയ മഹാനാണ്. മഹാനവറുകൾ വഫാത്തായി. ഖബറിൽ കൊണ്ടുപോയി മഹാനവറുകളെ മറവ് ചെയ്തപ്പോ മുങ്കർ നക്കീർ എന്ന മലക്കുകൾ വന്നു. മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇമാമുൽ ഹറമൈനി അബുൽ മആലി ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ചോദിക്കുകയാണ്, അഫ്നൈതു ഫീ ദിക്രിഹി ഉംരി, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടാ മൻ റബ്ബുക്കാൻ ചോദിക്കണേ? റബ്ബാറെന്ന് ഞാൻ എൻ്റെ ആയുസ് മുഴുവനും ആ റബ്ബിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ മൻ റബ്ബുക്കാൻ ചൊല്ല്? ആ റബ്ബിന്റെ ദീനിനെ സഹായിക്കാനാണ് ഞാൻ എൻ്റെ ആയുസ് തന്നെ ചെലവഴിച്ചത്. എന്നിട്ടോ ഇപ്പോ മുങ്കർ നക്കീറേ, ഇപ്പൊ ഇതാ വഖദിം തലഅതി ദുനിയാ ബി അഖ്വാലി. അബുൽ മആലി ഇമാമുൽ ഹറമൈനി എന്ന എൻ്റെ വാക്കുകളാണ്, എൻ്റെ കൗലുകളാണ്. ലോകമൊട്ടാകെയുള്ളത് അങ്ങനെയാണ്. ജംഉൽ ജമാമി ഓതിയവർക്കറിയാലോ ഇമാമിനെ കുറിച്ച് അതിലുമില്ലേ. അതുപോലെ തന്നെ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള സർവ ഫിഖ്ഹിന്റെ കിതാബ് ഓതിയവർക്കറിയില്ലേ. അവിടെയൊക്കെ അൽ ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമുൽ ഹറമൈനി തങ്ങളല്ലേ. എന്തുകൊണ്ടാണ് ഇമാമുൽ ഹറമൈനി 2 ഹറമുകളിലെ ഇമാമ് എന്ന് പറയാൻ കാരണം 2 ഹറമിൽ പോയി ദർസ് നടത്തിയ മഹാനാണ്. മക്കത്തെ ഹറമിൽ പോയി ദർസ് നടത്തിയിട്ടുണ്ട്, മദീനത്തെ ഹറമിൽ പോയി ദർസ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് മഹാൻ പറഞ്ഞു, അങ്ങനെയുള്ള എൻ്റെ വാക്കുകളാണ് ദുനിയാവ് മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ടാണ് മൻ റബ്ബുക്കാൻ ചോദിക്കണേ. എനിക്ക് ദുനിയാവിൽ ഒരു പേര് പോലും കിട്ടിയിട്ടുണ്ട്, അബുൽ മആലി എന്നാണ് പേര്. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ടാണോ മലക്കുകളെ മൻ റബ്ബുക? ഉടനെ മുങ്കർ നക്കീർ മലക്കുകൾ പറയാണ്, ഖദ് അലിംനാ അന്നക അബുൽ മആലി. ഓ ഇമാമുൽ ഹറമൈനി തങ്ങളെ, നിങ്ങൾ അബുൽ മആനിയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ഇമാമുൽ ഹറമൈനി തങ്ങളാണ്, അബുൽ മആലി തങ്ങളാണ്. അതുകൊണ്ട് നം ഹനി അൻ വലാ തുബാലി, നിങ്ങൾ സന്തോഷത്തോടെ സുഖിച്ച് കിടന്നോ. നിങ്ങളോട് ചോദ്യമില്ല, നിങ്ങൾ വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണ്ട. ഈ
സംഭവം ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാബീലിൽ ഫതാവയുടെ 2-ാം വാള്യത്തിൽ പറഞ്ഞിട്ട് പറയാണ്, ഓ ജനങ്ങളെ, വഹാദല്ലദീ വഖഅലഹു മിൻ ബറക്കത്തിൽ ഇൽമി. ഇമാമുൽ ഹറമൈനി തങ്ങൾക്ക് ഖബറിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത് മിൻ ബറക്കത്തിൽ ഇൽമി, ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് പറയാൻ കഴിഞ്ഞതാണ്. എന്നിട്ട് സുയൂത്തി ഇമാം ഒരു വാചകം കൂടി ചേർത്തി വെക്കുകയാണ്, ഫലൗലം യകും മിൻ ബറക്കത്തിൽ ഇൽമി ഇല്ലാ ഹാദൽ ഇക്റാമു ലകാന ഫീഹി കിഫായ. ഇൽമുള്ള ഒരാൾക്ക് ഈ ബഹുമതി മാത്രമേ ഉള്ളൂ, ഖബറിൽ പോയി കിടന്നാലുള്ള ബഹുമതി മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അത് മതി കേട്ടോ. അത് ഇൽമു കൊണ്ട് കിട്ടുന്ന വലിയ പവറാണ്. വേറെ ഒരു പവറും ഇല്ലെങ്കിൽ അത് തന്നെ ധാരാളമാണ്. സുഹൃത്തുക്കളെ, ആ ഇൽമിന്റെ വക്താക്കളാണെന്ന് പറയപ്പെടുന്ന നാം ഇൽമിന് വേണ്ടി ജീവിക്കണം, ഇൽമിന് വേണ്ടി ആയുസ് ചെലവഴിക്കണം. ആ ഇൽമ പ്രചരിപ്പിക്കാൻ ധാരാളം സമയം കണ്ടെത്തണം. ഓ സാധാരണക്കാരെ, ആലിമീങ്ങളെ നന്നായി ബഹുമാനിക്കണം. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹു. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതേ ഇമാം സർഖസി തങ്ങളുടെ ശറഹു സൈറുൽ കബീർ എന്ന കിതാബിൽ കണ്ടില്ലേ? ശറഹു സൈറുൽ കബീറിൽ കണ്ടില്ലേ? സർഖസി ഇമാം പറഞ്ഞില്ലേ, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. അവരെ കൂടെ ഇരുന്നാൽ ഇരുന്നവനും ദുഷ്ടനാകൂല എന്ന് പറഞ്ഞില്ലേ? ആ വിഭാഗം ആരാണ്? അൽ ഉലമാഉ. അവർ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരുള്ള സ്ഥലത്ത് വന്നിരുന്നാൽ കൂടെ ഇരുന്നവൻ പരാജയപ്പെടൂല, അവൻ ഒരിക്കലും ദുഷ്ടനാകൂല. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെല്ലാവരും ഈ മഹത്തായ സദസ്സിൽ വന്നിരുന്നത് ഇവിടെ വലിയ വലിയ മഹാന്മാരുള്ള ഇടമാണ്. അവരെയൊന്ന് കാണാനും അവരെ കൊണ്ടൊന്ന് ബർക്കത്തെടുക്കാനും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും അവരിൽ നിന്ന് പലതും പഠിക്കാനുമാണ് ഞങ്ങളെയൊക്കെ ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലൊന്ന് പെടുത്തി തരണേ അല്ലാഹ്. ഈ സദസ്സ് നീ ഞങ്ങൾക്ക് അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഈ മഹത്തായ ദാറുൻ നജാത്ത് എന്ന സ്ഥാപനം റബ്ബേ എക്കാലത്തും നല്ല നല്ല പുരോഗതിയോടുകൂടെ നീ അത് നിലനിർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇനിയും ഒരുപാട് പരിപാടികളും മറ്റുമൊക്കെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കൺകുളിർമയാകുന്നു ഈ സദസ്സ് കാണുമ്പോൾ. പിന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നൊക്കെ പഠിച്ച് പല നിലക്കും കോഴ്സുകൾ നേടി ഈ സനത് സ്വീകരിക്കാൻ ഇവിടെ ഒരുങ്ങി നിൽക്കുന്ന ഞാൻ അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കസേര ഇങ്ങനെ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഇരുന്നുകണം. അപ്പോൾ പറഞ്ഞതാണ് ഈ കസേര അത് റസ്വികൾക്ക് വേണ്ടി വെച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ കാഴ്ച കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. അല്ലാഹുവേ, നീ അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വലിയ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാം ഏറ്റെടുക്കണേ അല്ലാഹ്. ദാറുൻ നജാത്ത് എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് നേരത്തെ തന്നെ 1,00,000 രൂപ കൊടുത്ത ഒരു ഹൈന്ദവ സഹോദരനെ കുറിച്ച് നേരത്തെ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞു. എല്ലാ സന്തോഷം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ. വേറൊരു സഹോദരൻ 50,000 രൂപ കൊടുത്തു സഹായിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു അവരിൽ നിന്നൊക്കെ മരിച്ചവരിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനത്തെ നിങ്ങളൊക്കെ സഹായിക്കണം, സ്നേഹിക്കണം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു.
ഇവിടെ പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു പള്ളിയിൽ പോയി വരുന്നു, ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ വരുന്നു. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കണം. ഞാൻ പിന്നെ ഇവിടെ സ്റ്റേജിൽ ഇനിയും സംസാരിക്കാനൊക്കെ കുറേ ഉസ്താദുമാരൊക്കെ ഉണ്ട്, അതിൻ്റെ കുറവൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിന്ന് 9 മണിക്ക് ബായാർ പദവിയിലാണ് വഅദ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങളുടെയൊക്കെ സമ്മതം കൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങളൊക്കെ സഹായിക്കണം. ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിന് 5000 രൂപ ചെലവ് വരും എന്ന് എന്നോട് ഖാദർ സക്കാഫി ഉസ്താദ് പറഞ്ഞു. നമ്മളെ ദർസിൽ 60 മുത്താലിമകളുണ്ട് മൂടബിന്ദരയിൽ. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടൊന്നും ഞാൻ പിരിക്കേണ്ട ആവശ്യമില്ല. കാരണം 60 ആളും വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, വീട്ടിൽ നിന്നല്ല ഭക്ഷണം, ഇവിടെ തന്നെയാണ് ഭക്ഷണം. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ സൗകര്യമുള്ള ആളുകൾ, കുറച്ച് ആളുകൾ ഒരു ദിവസത്തിൻ്റെ ചെലവ് പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞാൽ ബിസ്മില്ലാ, എൻ്റെ വകയിൽ 5000 രൂപ ഒരു ദിവസത്തിൻ്റെ ചെലവ് എൻ്റെ വകയിൽ ഞാൻ നൽകാം. അങ്ങനെ കുറച്ച് ആളുകൾ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്താൽ വലിയ സന്തോഷമാണ്. പിന്നെ ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് സ്റ്റേജിലൊക്കെ ധാരാളം പിന്നെ സയ്യിദ് അവറുകളും മറ്റു ആലിമ്യങ്ങളും ഞങ്ങളെ പ്രിയപ്പെട്ട മൂളൂർ മദനി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ സമയബന്ധിതമായി ഇവിടെ സംസാരിക്കും. അപ്പോഴൊക്കെ പിന്നെ മറ്റു സംസാരങ്ങളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞതുകൊണ്ട് അല്ലേ വേണം 5000 രൂപ ഒരു ദിവസത്തിൻ്റെ ചെലവ് ഇൻഷാ അല്ലാഹ് എൻ്റെ വകയിൽ എനിക്ക് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമിനെ, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഫുള്ളായി ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ പിന്നെ ഏതായാലും എൻ്റെ വകയിൽ ഒരു ദിവസത്തിൻ്റെ ചെലവ് നടക്കട്ടെ എന്ന് പറയുന്ന വിധത്തിൽ ഒരു തുടക്കം കുറിക്കണ ആരെങ്കിലും ഒരാളുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5000 രൂപ ഒരു ദിവസത്തിൻ്റെ ചെലവ് ഞാൻ കൊടുക്കാം ഉസ്താദേ എന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാ ഉണ്ടെങ്കിൽ ഒരു തുടക്കം കുറിച്ചാൽ വലിയ സന്തോഷമാണ്. എന്നോട് പറഞ്ഞു അൽഹംദുലില്ലാ. കണ്ട, അപ്പം നിങ്ങൾ തന്നെ ഓരോരുത്തർ ഏറ്റെങ്കിലും ഭയങ്കര സന്തോഷം. അല്ലാഹു ബർക്കത്ത്. അല്ലേ, ഇവിടെ നിന്ന് ഇപ്പം ഇന്ന് സനത് വാങ്ങുന്ന ഒരു റസ്വി, എന്താ പേര്? ഇസ്മായിൽ റസ്വി പടുപ്പു. അദ്ദേഹം ഒരു ദിവസത്തിൻ്റെ ചെലവ് ഏറ്റെടുക്കുന്നു. അല്ലാഹുവിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഷെരീഫ് മാസ്റ്റർ മരിച്ചുപോയ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ പേരിൽ ഒരു ദിവസത്തിൻ്റെ 5000 രൂപ അല്ലാഹുവേ ഷെരീഫ് മാസ്റ്ററിൻ്റെ സ്വതക്ക കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ അവരുടെ മാതാപിതാക്കളിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുസ്തഫച്ച കടമ്പാർ ഇന്നലെ എഴുതിച്ചിനല്ലേ? ഇന്ന് 2 ദിവസത്തിൻ്റെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പം 3 ദിവസമായി. അൽഹംദുലില്ലാ. കഞ്ചില മുഹമ്മദ് ആജി ഒരു ദിവസത്തിൻ്റെത്. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആരൊക്കെ ഈ സദസ്സിൽ ഏറ്റെടുക്കുന്നു അവരിൽ നിന്ന് മരിച്ചവരിലൊക്കെ അതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. അതാ 5ാമതായി ഒരു റസ്വി ഹുസൈൻ റസ്വി. അപ്പം 5 ദിവസമായി. അല്ലാഹുവേ നീ അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. നീ അവരുടെ ഒക്കെ തഅല്ലുമിലും തഅലീമിലും ഒക്കെ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പം 5 ദിവസമായി. ബിസ്മില്ലാ. ഇനി 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസം. ബിസ്മില്ലാ. അബ്ദുൽ നാസർ റസ്വി, ഏണിയാടി അബ്ദുൽ നാസർ റസ്വി. അവരുടെ ബാപ്പാൻ്റെ ആണ്ടിൻ്റെ സമയമാണ് റജബ്. മരിച്ചിട്ട് 26 വർഷമായി. ആ ബാപ്പാൻ്റെ പേരിൽ ഒരു ദിവസം അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റസ്വിയുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അപ്പോൾ 6 ദിവസമായി. ഇനി ഒരു ദിവസം കൂടി, 7ാമത്തെ ഒരു ദിവസം. ബിസ്മില്ലാ. ഒരു 5000 അല്ലാഹു സന്തോഷം തരും ഒരു ദിവസത്തിൻ്റെ. അങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞാൽ വലിയ റാഹത്താകും. 7ാമത്തെ ഒരു ദിവസം ഞാൻ കൊടുക്കാം. അൽഹംദുലില്ലാ. ഒരു റസ്വിയും കൂടി.
സിദ്ദീഖ് റസ്വി അല്ലേ? സിദ്ദീഖ് റസ്വി ഏഴാമത്തെ ആള്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. എട്ടാമത്തത് പിന്നെ റസ്വി. ഇത് നല്ല സുഖന്നാണല്ലോ റബ്ബ്. എല്ലാ റസ്വിമാരെന്നെ ഏറ്റെടുക്കുന്നുണ്ട, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം എന്താ? ഓരെന്നെ ഉണ്ടല്ലോ. അല്ലാഹുവേ നീ ഖബൂൽ. അല്ലെ, ഉസ്താദുമാർ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആശ്രയം ശിഷ്യന്മാർ തന്നെയാണ്. എൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, ഷെയ്ഖുന മൊയ്സുന്ന പൊന്മുള ഉസ്താദിൻ്റെ മുഹിക്കമ്മിയക്ക് ഒരുപാട് സഹായമുണ്ട്. അതിന് നല്ലൊരു ശതമാനം സഹായം ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്, ഓരോ ബാച്ചുകാരിങ്ങനെ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് ഏറ്റെടുക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാണ്. മറ്റു റസ്വികൾക്കും കൂടി അതൊരു പ്രചോദനമാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടല്ലോ. ബഷീർ റസ്വി ഏഴാമത്തെ ആളല്ലേ? അല്ലാഹുവേ നീ ഖബൂൽ. എട്ടാമത്തത് അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഉയർച്ച നൽകണേ അല്ലാ. അമീർ സാബു ഹുബ്ബള്ളി. അപ്പോൾ അയാൾക്ക് മലയാളം ഒന്നും അറിയണ്ടാവില്ല. കന്നഡ. അമീർ സാബ് ഹുബ്ബള്ളി സെ एक दिन 5000 माशा अल्लाह खुदा ताला कबूल अता फरमा. अल्लाहुवे अल्लाहने ನೀನು ಕಬೂಲ್ ಮಾಡು ಅಲ್ಲಾ, ನೀನು ಅವರಿಂದ ಆ ಸದಕವನ್ನು ನೀನು ಸ್ವೀಕರಿಸು ಅಲ್ಲಾ, ಅವರಿಂದ ಇಂತಿಕಾಲ್ ಆಗಿ ಹೋದವರಿಗೆ ಅದರ ಪ್ರತಿಫಲವನ್ನು ನೀನು ತಲುಪಿಸು ಅಲ್ಲಾ. ಅಮೀರ್ ಸಾಬುಗೂ ಅವರ ಕುಟುಂಬದವರಿಗೂ ಆರೋಗ್ಯವಿರುವ ದೀರ್ಘಾಯುಷ್ಯವನ್ನು ದಯಪಾಲಿಸು ಅಲ್ಲಾ. ಎಲ್ಲ ಸಂಕಷ್ಟಗಳಿಂದ ಎಲ್ಲ ಆಪತ್ತುಗಳಿಂದ ವಿಪತ್ತುಗಳಿಂದ ನೀನು ಪಾರು ಮಾಡು ಅಲ್ಲಾ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പതായി ചിന്നമുഗർ മുഹ്യിദ്ദീൻ റസ്വി പത്താമത്തെ ആള്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. 10 ആളായി. 11ാമത്തെ റസ്വി ഷാഹിദ് റസ്വി. 11ാമത്തത് ഷാഹിദ് റസ്വി. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഉമ്മമാരല്ലേ ഇവിടെ അല്ലേ? ഉമ്മമാരിവിടെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഉമ്മമാരെ പഴയ കാലത്തൊക്കെ നിങ്ങളെപ്പോലത്തെ ഉമ്മമാരാണ്. ഇന്നും നിങ്ങളെ കൊണ്ടൊക്കെ സഹായം ഉണ്ട് ഒരുപാട്. ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ ഉമ്മമാർ തന്ന സഹായം കൊണ്ട് ഓതിപ്പടിച്ചവരാ ഉമ്മ. അപ്പം അതുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ ചെലവ് ഒരു 5000 ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാൻ പറ്റിയ കുറേ ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പുസ്തകമായിട്ടും അവിടെ ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് എഴുതി കൊടുത്തയച്ചാൽ വലിയ സന്തോഷമാണ്. അപ്പോൾ എത്രയായി? 11 അല്ലേ? അബ്ദുൽ അസീസ് ഉസ്താദ് മരിച്ചവരെ പേരിൽ ഒരു ദിവസത്തിൻ്റെ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. അപ്പോൾ 12 ഇൻഷാ അല്ലാഹ്. 13ാമത്തെ ഒരാള് നമ്മൾ ഇതിൽ എന്താക്കുക, എല്ലാവരും പെടാൻ നോക്കുക. അതൊരു സന്തോഷമാണല്ലോ. അതിൻ്റെ പേരിൽ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുക. അതിന് ആഖിറത്തിൽ അല്ലാ ഞാനും കൊടുത്തിരുന്നേന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഒരു ദിവസത്തിൻ്റെ അത് കൊടുക്കാൻ തിന്നാൻ ആറുണ്ടാവില്ല, സ്വർഗ്ഗമില്ല അവിടെ. അപ്പം അതുകൊണ്ട് ബിസ്മില്ലാ നമ്മളെല്ലാവരും ഇതിൽ പെടാൻ വേണ്ടി നോക്കുക. അപ്പം 12 13ാമത്തെ ഒരാൾ ബിസ്മില്ലാ ഉണ്ടോ? 13ാമത്തെ ഒരാൾ. ഈ സദസ്സിൽ നിന്ന് ഞാൻ എൻ്റെ മരിച്ചുപോയ ഉമ്മാനെ ഓർക്കുന്നു ഉസ്താദെ, ഉപ്പാനെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്ന ഒരാളാരെങ്കിലും ഉണ്ടോ? 13ാമത്തെ ഒരാൾ. 12 ഉമ്മമാരെ നിങ്ങൾ ഒരു ദിവസത്തിൻ്റെത് ഏറ്റെടുത്ത് അവിടെ പറഞ്ഞയച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നന്നായി ദുആ ചെയ്യൂ. നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് ഈ മുഅ്മിനീങ്ങളൊക്കെ ആമീൻ പറയും. അല്ലാഹു ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. 12 അൽഹംദുലില്ലാ. അതാ ഒരു റസ്വിയും കൂടി അല്ലേ? ഹർഷദ് റസ്വി. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ റസ്വിമാരൊക്കെ ഏറ്റാലും അവരെ കയ്യിൽ നിന്നൊന്നും തന്നെ തരണമെന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരാളോട് പറഞ്ഞാൽ മതി. ഞാനൊക്കെ ഇക്കമിയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ്. ആരുടെങ്കിലൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്രയൊന്നുമില്ലല്ലോ, ഒരു 5000 അല്ലേ? അപ്പോൾ 5000. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താക്കുക, അങ്ങനെ ഏറ്റെടുത്ത് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പഠിച്ച സ്ഥാപനമാണെന്ന്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എന്താണ് പേര്? 13 ഹർഷദ് റസ്വി. 13ാമത്തത്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ വലിയ ഖബൂലിയത്ത് നൽകണേ അല്ലാ. 13 ഇൻഷാ അല്ലാഹ്. 14ാമത്തത് ബിസ്മില്ലാ. കുറച്ചാളുകളും കൂടിയുണ്ട്. 14ാമത്തെ ഒരു സഹോദരൻ, ഒരു 5000 കൂടി. ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ ഇനി ഒരു ദിവസത്തിൻ്റെത് ഫുള്ളായിട്ട് ഒരു ഉമ്മാക്ക് ഏറ്റെടുക്കാൻ പ്രയാസമാണോ? എന്നാൽ പിന്നെ 2 സഹോദരിമാർ ചേർന്നുകൊണ്ട് ഒരു ദിവസത്തിൻ്റെത് ഒരു 2500 പോലെ. അപ്പോൾ 2 ആൾ ചേർന്നിട്ട്, ഞങ്ങൾ 2 ആൾ ചേർന്നിട്ട് ഒരു ദിവസത്തിൻ്റെത് അങ്ങനെ പറയാം. അത് വലിയ സന്തോഷമാണ്.
അപ്പൊ 13 ബിസ്മില്ലാ. ഇനി ആരാ? അൽഹംദുലില്ലാ. ഞമ്മളെ റഫീഖ് റസ്വി അൽഹംദുലില്ലാ 14ാമത്തെ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അപ്പൊ 14 15ാമത്തെ ഒരാളാരാ? ബിസ്മില്ലാ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസത്തിൻ്റെത് 15ാമത്തത് ഉസ്താദെ ഞാൻ കൊടുക്കാം. ഇൽമ് പഠിക്കുന്ന മക്കളെ ചെലവിന് വേണ്ടി ഞാനങ്ങ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സഹോദരൻ 15 ഉണ്ടോ? ഉണ്ടാ? 15ാമത്തത് ഒരു 17 ആക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇയാളാണ്. ഇയാൾ ലൈവ് കൊടുക്കാൻ വന്ന ആളാ. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് ഞാൻ ചോദിക്കണ ചോദ്യം കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ്. എന്താ പേര്? അൽ റസുയ സിദ്ദീഖ്. കണ്ട? അൽഹംദുലില്ലാ. സിദ്ദീഖ് എന്നവർ അങ്ങനെയാണ്. സിദ്ദീഖ് എന്നവർ എന്നാണ്. അപ്പൊ അവര് സിദ്ദീഖ് ഹുമൈദിയാണ്. അൽഹംദുലില്ലാ. 16ാമത്തെ ആൾ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഹലാലായ ഉദ്ദേശം ഹാസിലാക്കണേ അല്ലാഹ്, മരിച്ചവർക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. അപ്പൊ 16 അല്ലേ? 16 15 ഇയാൾ കണക്ക് ശരിക്കും വെക്കുന്നു. 15 16ാമത്തെ ഒരാളുണ്ടോ? ബിസ്മില്ലാ. 16ാമത്തെ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ബിസ്മില്ലാ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ഒരു നല്ല സഹോദരൻ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ച് ഈ മഹത്തായ സംരംഭത്തോട് കൈകോർക്കുന്ന ഒരു ആണിനെയും ഒരു പെണ്ണിനെയും നീ ഒരിക്കലും കൈവിടല്ലേ അല്ലാ. നീ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപ്പൊ 15 അല്ലേ? 16ാമത്തെ ഒരു സഹോദരൻ ബിസ്മില്ലാ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസത്തിൻ്റെ ചെലവ് ഒരു 5000 ഞാൻ കൊടുക്കാന്നാണ്. ഒരു 17 അങ്ങാക്കിയിട്ട് പിന്നെ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 15 ഒരു 2 ആളും കൂടി ഒരു നല്ല മനസ്സോടുകൂടെ ലൈവിൽ കാണുന്നവരുണ്ടാകും, ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്പർ അതിലിങ്ങനെ കൊടുത്താൽ അങ്ങനെ ഏറ്റെടുക്കാം. ഒരു 2 സഹോദരങ്ങളും കൂടി ബിസ്മില്ലാ. 16 17 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഉസ്താദെ മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളുടെ പേരിൽ, ഉമ്മാൻ്റെ പേരിലോ ബാപ്പാൻ്റെ പേരിലോ ഞാനതങ്ങ് കൊടുക്കാമെന്ന് പറയണ ഏതെങ്കിലും ഒരു സഹോദരൻ 16ാമത്തത് ഉണ്ടോ? ആ ബേക്കിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അവർ കൈപൊക്കിയാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കണമെന്നില്ല. ഉണ്ടാ? ഉണ്ടാ? പറഞ്ഞോ. എന്താ? ആരാ? ബഷീർ ഷെരീഫ്. 2 ആളും കൂടിയിട്ട് ഒരു ദിവസത്തിൻ്റെ ബാപ്പാൻ്റെ പേര്. ബഷീർ ഷെരീഫ്. കണ്ട? 2 ആളും കൂടിയിട്ട് അവർ ജ്യേഷ്ഠാഞ്ചന്മാരായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ദിവസത്തിൻ്റെ. അപ്പോൾ 16 അല്ലാഹുവേ ആ 2 ആളുടെയും സ്വതക്ക നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ബാപ്പാൻ്റെ ഹദറത്തിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. ആ ബാപ്പാൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ഖബറാക്കണേ അല്ലാ. 16 ഇനി ഒരാളും കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ നിർത്തുകയാണ്. 17ാമത്തെ ഒരു സഹോദരൻ ബിസ്മില്ലാ. ഒരു ദിവസത്തിൻ്റേത് ഞാൻ കൊടുക്കാം എന്ന് പറയുന്ന ഒരു സഹോദരൻ 17ാമത്തെ ഒരാൾ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒറ്റ ഒരാൾ. ഒരു നല്ല നിയ്യത്ത് വെച്ചിട്ട് അങ്ങ് ഏറ്റെടുക്കുക. അപ്പൊ അല്ലാഹു അത് റാഹത്താക്കി തരും. ഉണ്ടാ? അതാ അൽഹംദുലില്ലാ. അതാ അവരെന്താ? അതാ അവിടെ നിന്നതാ കൈവക്കി. എന്താ പേര്? നീലക്കുപ്പായിട്ടിട്ട് സുലൈമാൻ. സുലൈമാൻ എന്നവർ 17ാമത്തെ ആള്. അല്ലാഹു മരിച്ച ബാപ്പാന്റെ പേരിൽ അല്ലാഹുവേ സുലൈമാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഉപ്പാന്റെ ഹദറത്തിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. ആ ബാപ്പാക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. 17 അബ്ദുറഹ്മാൻ റസ്വി 18ാമത്തെ ആള് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. 18 17 കഴിഞ്ഞാൽ പിന്നെ 21 അതിന്റെ കണക്ക്. അങ്ങനെ
അങ്ങനെ അതിൻ്റെ കണക്ക്, പൊതുവെ കണക്ക്, പിരിവിൻ്റെ കണക്ക് അങ്ങനെയാണ്. 17 കഴിഞ്ഞാൽ പിന്നെ 21. ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ. 18 ഇനിയൊരു 3 ആളും കൂടി പറഞ്ഞാലേ 21 എത്തൂ. ചെറിയ വിഷയമല്ലേ ഉള്ളൂ. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടാവോ? ഉമ്മമാരുണ്ടോ? സഹോദരിമാരുണ്ടോ? ഉമ്മമാരെല്ലാം നല്ലോണം കൊടുത്തിനാന്ന് ഇതിന് മുമ്പെല്ലാം. അങ്ങനെ ആയിരിക്കും. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അല്ലെങ്കിൽ ഞാൻ പോണ സദസ്സിലൊക്കെ ഉമ്മമാർ എത്രയാ പറയാന്നറിയോ? ഇവിടുത്തെ ഉമ്മമാരോട് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ പരിചയം ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നുണ്ട് ചോദിച്ചിട്ട്. അപ്പോൾ 18 വേഗം പറയും. ഒരു 3 സഹോദരങ്ങളും കൂടി ബിസ്മില്ലാ നല്ല നിയത്തോടുകൂടെ. നിങ്ങൾക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. എനിക്ക് ഇനി പോയിട്ട് അവിടെ ഇവിടെ കുറച്ച് വേദന അറിഞ്ഞാൽ മതിയാവില്ല. അവിടെ 2 മണിക്കൂർ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 10 മണിക്ക് മൂടിക്കര ഹണ്ടുകുളിയിൽ നിക്കാഹിനെത്തണം. അതുകൊണ്ട് എന്നിട്ട് രാത്രി വീണ്ടും മൂള് റുമ്മിയത്തർക്ക ഉറൂസിൻ്റെ വാതിനെത്തണം. അപ്പോൾ അതുകൊണ്ട് ബിസ്മില്ല വേഗം പറയും. എന്നെ വേഗം പറഞ്ഞേക്കേണ്ടത്. അപ്പോൾ 18 സാറുണ്ട. അൽഹംദുലില്ലാഹ്. ഒരാൾ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ 2 ദിവസത്തിൻ്റെത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ 20 അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആ സഹോദരൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ട ബാപ്പാനെ ഓർത്തിട്ടാണ് ഏറ്റെടുക്കുന്നത്. ആ ബാപ്പാന്റെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ല് സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബാപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ഖബറാക്കണേ അല്ലാ. 20 21 ബിസ്മില്ലാ. ഒരാൾ ആരെങ്കിലും ഉണ്ടാ? 21 ബിസ്മില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒറ്റൊരാൾ പറഞ്ഞാൽ മതി. ഉണ്ട്? ആരെങ്കിലും ഉണ്ടാ? അൽഹംദുലില്ലാഹ്. ഒരു പേരെന്താ പറഞ്ഞേ? ആചാര്യ പേരെന്ത്? മുഹമ്മദ് ആചാര്. ആചാര വകയിൽ നേരത്തെ എഴുതിന്, മക്കളെ വകയിൽ ഒരു ദിവസത്തിന്റെ ആചാര്യ. അൽഹംദുലില്ലാഹ് റബ്ബേ 21 നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആചാരക്കും ആചാര മക്കൾക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിച്ചുപോയവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. 21 എത്ര? റസ്വി നമ്മളെ ഇവിടുത്തെ ചെയർമാനാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. 21 അബൂബക്കർ റസ്വി ഒരു ദിവസത്തിൻ്റെത്. അപ്പോൾ 22. അപ്പോൾ 21 കഴിഞ്ഞാൽ പിന്നെ 22ക്ക് എത്തിയ പിന്നെ 25ക്ക് നിർത്തണം അതിൻ്റെ കണക്ക്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. റബ്ബേ നിന്റെ ദീനിനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഒരു നിലക്കും നീ വിഷമത്തിലോ രോഗത്തിലോ പ്രയാസത്തിലോ ആക്കിക്കളയല്ലേ അല്ലാ. നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 22 21 നിർത്തണമെന്ന് കരുതിയതാണ്. അത് ഒരു റസ്വി ഉസ്താദ് പറഞ്ഞുകൊണ്ട് 22 പിന്നെ ഒരാളും കൂടി പറയണം. അപ്പോൾ 23 ബിസ്മില്ലാ. ഉണ്ടോ? ഒറ്റൊരാളുണ്ടോ? ബിസ്മില്ലാ. അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. 22 എത്തിയല്ലോ, 23 നിർത്താം. ബിസ്മില്ലാ. ഒറ്റൊരാളുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഒരാൾ. ബിസ്മില്ലാ. ഒരു ദിവസത്തിൻ്റെതും കൂടി 23. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാ ഖൈറിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. പോകുന്ന വേദികളിലൊക്കെ ഓർമ്മ വെച്ച് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒരു റസ്വിയും കൂടി പറഞ്ഞു. അപ്പോൾ 23. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ സദസ്സിൽ ഇത്രയും നേരം ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടി ഞങ്ങൾ ആഖിറത്തേക്ക് വലിയ മുതൽ കൂട്ടാക്കണേ അല്ലാ. ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ്, മറ്റുള്ള എല്ലാ ഉസ്താദുമാർ, ഇവിടെ വേദിയിലുള്ള ചേറൂർ സൈദി ഉസ്താദ്, മുളൂർ മദനി ഉസ്താദ്, മറ്റുള്ള ഒരുപാട് ഉസ്താദുമാർ, ഇവിടുത്തെ മുദരിസ് ഉസ്താദ്
ഉസ്താദുമാര്, ആജിയാരെ പോലെയുള്ള ചെയർമാനും കൺവീനർ ഉൾപ്പെടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള സമിതിയും ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും സ്റ്റേജിലുള്ള ഉമറാക്കള്, നേതാക്കള്, അതിഥികള്, സദസ്സിലുള്ള മോമിനീങ്ങൾ, മോമിനാത്തുകൾ, ഞങ്ങളെല്ലാം നീ ഏറ്റെടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. സൗണ്ട്സ് മൈതാനി മൂല അവരെ വകയിൽ ഒരു ദിവസത്തിൻ്റെത്, അപ്പൊ 24ആയി. അള്ളാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ ആ സംരംഭത്തിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഹസൻ റസ്വി 1000 രൂപ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ അല്ലാഹുവേ നീ ആ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ഖബറാക്കണേ അല്ലാ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മുടെ മഹത്തായ 15ാം വാർഷിക മഹാസമ്മേളനത്തിൽ നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട നൗഫൽ ഖലസ സഖാഫി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദാറുൽ നജാത്തിൻ്റെ വകയിൽ ഞാൻ എല്ലാവിധ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വളരെ ദൂരത്ത് നിന്ന് വന്നതാണ്, എന്നാലും നമ്മുടെ മഹത്തായ പരിപാടിക്ക് ഒരു 5000 റുപ്യ ഇവിടെ തന്നു. അള്ളാഹുവിനെ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് നേതാക്കൾ നമ്മുടെ മഹത്തായ പരിപാടികളുണ്ട്. ബഹുമാനപ്പെട്ട ബജ്ജ തങ്ങൾ അവറുകളുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. ദാറുൽ നജാത്തിൻ്റെ വകയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മദനി ഉസ്താദ്, അൽഹംദുലില്ലാഹ്, മൂളൂർ മദനി ഉസ്താദ് എന്ന് പറയുമ്പോൾ അറിയാത്തവരാരുമില്ല. നായിബ് ഖാദിയായി ബേഖൽ ഉസ്താദിൻ്റെ ഒരുപാട് കാലം സേവനം ചെയ്യുകയും ഇപ്പോൾ നായിബ് ഖാദിയായ ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദാറുൽ നജാത്തിൻ്റെ വകയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കാസർഗോഡ് ജില്ല SYS സെക്രട്ടറി ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് കരീം മാസ്റ്റർ ഇവിടെയുണ്ട്. ദാറുൽ നജാത്തിൻ്റെ വകയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ടവരുകളെ ആദരവോട് ക്ഷണിക്കുന്നു ഒരൽപ്പം സംസാരിക്കാൻ വേണ്ടി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഏറ്റവും സ്നേഹനിധികളായ
രക്ഷിതാക്കൾ, ഊർജസ്വലരായ യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദാറുൻ നജാത്ത് എഡ്യൂക്കേഷൻ സെന്ററിൻ്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിശുദ്ധമായ റജബ് മാസമാണ്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റജബ്. ലോക മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട സമയം, അതുപോലെ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, വിശുദ്ധമായ റമദാനിനെ വിളംബരം ചെയ്തുകൊണ്ട് റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്ന് 11 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഖതീബുമാർ പള്ളി മിമ്പറുകളിൽ വെച്ച് വിശ്വാസികളോട് ഉണർത്തി, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഷഹ്റുല്ലാഹിൽ അസബ് തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായ. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് ബറകാത്തുകൾ വാരിക്കൊടുക്കുന്ന സമയം. അങ്ങനെ ഏറ്റവും കൂടുതൽ അടിമകൾക്ക് ബർക്കത്ത് ചെയ്യുന്ന റജബ് മാസം. ആ റജബ് മാസത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട് നാം ഒരുമിച്ച് കൂടിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. വിശുദ്ധമായ ഇസ്ലാം അത് അല്ലാഹുവിൻ്റെ മതമാണ്. മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ, സ്വഹാബത്തിലൂടെ, അഇമ്മത്ത് മുജ്തഹിദ്മാരിലൂടെ, സലഫു സ്വാലിഹീങ്ങളിലൂടെ പ്രബോധനം ചെയ്ത വിശുദ്ധമായ മതം. ഈ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു തആല 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയും മനുഷ്യ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എല്ലാ പ്രവാചകന്മാരും കൃത്യമായിട്ട് അവരുടെ ദൗത്യം നിർവഹിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അവർ വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത ദേശങ്ങളിൽ, വ്യത്യസ്ത സമുദായങ്ങളിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു ദേശത്തേക്ക് മാത്രമുള്ള പ്രവാചകരല്ല, ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രമുള്ള പ്രവാചകർ അല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിനുള്ള പ്രവാചകർ അല്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. സകല സമൂഹത്തിനും ലോകാന്ത്യം വരെയുള്ള എല്ലാ സമൂഹത്തിനും പ്രവാചകരായിട്ട് നിയോഗിക്കപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷത്തെ ജീവിതം, 23 വർഷത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും ലോകത്തിന് മാതൃകയാക്കി അവതരിപ്പിക്കുകയായിരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. തന്റെ പ്രബോധന ദൗത്യം പൂർത്തിയായതിന് ശേഷം അറഫയിൽ തന്റെ അനുയായികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ഉന്നതമായ സൂക്തം ഓതിക്കൊടുത്തു. അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം വിശുദ്ധമായ മതത്തെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണ പ്രത്യയശാസ്ത്രമാക്കിയിട്ട് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആ ഉന്നതമായ ഉദ്ഘോഷം നടത്തിയതിന് ശേഷം ഈ വിശുദ്ധമായ മതത്തെ ഇനിയുള്ള തലമുറക്ക് പ്രചരിപ്പിക്കേണ്ടത് നിങ്ങളാണ്.
ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുക്കേണ്ടവർ നിങ്ങളാണ്. അതുകൊണ്ട് ഈ ദൗത്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന ആ പ്രഖ്യാപനം നടത്തിയപ്പോ മഹാന്മാരായ സ്വഹാബത്ത് ഈ നിർദ്ദേശത്തെ ശിരസാ വഹിച്ചുകൊണ്ട് മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു ചെന്നു. ദേശങ്ങൾ താണ്ടിയിട്ടവർ യാത്ര ചെയ്തു, ദേശങ്ങൾ തേടിയിട്ടവർ യാത്ര ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം കടന്നു വരുന്നത്. ഇവിടെയുള്ള മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോ അവരെ സ്വീകരിക്കാൻ ഇവിടെ മതസംഘടനകൾ ഉണ്ടായിരുന്നില്ല, മതസ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ അറബിക്കടലിലെ തിരമാലകളോട് ദിവസങ്ങളോളം മല്ലടിച്ചു. ശുദ്ധമായ ജലം കുടിക്കാനില്ല, ഭക്ഷണം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ അപകടത്തിൽ പലപ്പോഴും പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് 12 പേരാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുന്നത്. കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോ അവരെ സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. അങ്ങനെ അവരിലൂടെ വിശുദ്ധമായ തൗഹീദിന്റെ സുന്ദരമായ ആശയങ്ങൾ ഇവിടെ പ്രബോധനം ആരംഭിച്ചു. അങ്ങനെ 10,000 വിശുദ്ധമായ മതത്തിലേക്ക് കടന്നു വന്നു. എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇസ്ലാം മതം സ്വീകരിച്ചത്? മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് കടന്നു വരുമ്പോ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, സൈനിക പിൻബലമുണ്ടായിരുന്നില്ല, മറ്റു തീവ്രവാദ ആശയങ്ങൾ അവരിൽ ഉണ്ടായിരുന്നില്ല. ആത്മീയതയുടെ ഇസ്ലാമിനെ സ്വഹാബത്തുൽ കിറാം ഇവിടെ പ്രബോധനം ചെയ്തപ്പോ ആളുകൾ അവരിൽ ആകൃഷ്ടരായിട്ട് കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് അവർ 10ഓളം പള്ളികൾ നിർമ്മിച്ചു. കൊടുങ്ങല്ലൂരിലും മാടായിലും കൊല്ലത്തും പന്തലായിലും ധർമ്മടത്തും ശ്രീകണ്ഠപുരത്തും ചിക്മംഗ്ലൂർ അടക്കമുള്ള കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ 10ഓളം പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ പ്രചാരം നേടി. അവർക്ക് ശേഷം അവർ നിശ്ചയിക്കുന്ന കാളിമാരിലൂടെ, ഇമാമുമാരിലൂടെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാം പ്രബോധനം ചെയ്യപ്പെട്ടു. അങ്ങനെ തനതായ ഇസ്ലാം, ഹബീബായ മുത്തുനബിയുടെ പർണശാലയിൽ നിന്ന് പഠിച്ച ഇസ്ലാമിനെയാണ് സ്വഹാബത്ത് ഇവിടെ പ്രചരിപ്പിച്ചത്. ആ ഇസ്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കിയ നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ സ്വീകരിക്കുകയും പുതുതലമുറക്ക് അത് കൈമാറുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ കെടാവിളക്ക് നഷ്ടപ്പെട്ടു പോകാതെ, അതിന്റെ കണ്ണിയറ്റ് പോകാതെ ഇസ്ലാം ഇവിടെ നമുക്ക് കൈമാറി തന്നു. ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി സ്വഹാബത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ദാഴിമാർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ മലബറിൽ നിന്ന് കടന്നു വന്ന മഹാന്മാരായ സൈനുദ്ദീൻ മഖ്ദൂമുമാർ, അവർ കേരളത്തെ ഇസ്ലാമിന്റെ ജീവസിറ്റ പ്രദേശമാക്കി മാറ്റുന്നതിൽ, ഇസ്ലാമിന്റെ ജീവസിറ്റ പ്രദേശമാക്കി മാറ്റുന്നതിൽ മഹാന്മാരായ മഖ്ദൂമി പണ്ഡിതന്മാർ വഹിച്ച ത്യാഗം ചെറുതല്ല. അവരുടെ കരങ്ങളാൽ വിരചിതമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്നും ഈ ഉമ്മത്തിന് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബുഖാറയിൽ നിന്ന്, തരീമിൽ നിന്ന്, യമനിൽ നിന്ന്, ഹലറമൗത്തിൽ നിന്നൊക്കെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന മഹാന്മാരായ സാദാത്തുക്കൾ, അഹ്ലുൽ ബൈത്തിലെ താരകങ്ങൾ, അവർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. നമ്മുടെ ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന 70-ലധികം സാദാത്ത് ഖബീല അഹ്ലുൽ ബൈത്ത് പരമ്പര, അതിൽ 20-ലധികം ഖബീലകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ എന്തിനാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നത്? ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ രാജ്യമൊക്കെ തങ്ങന്മാരുടെ സാന്നിധ്യമുള്ള പ്രദേശമായിട്ട് മാറി. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്ര സയ്യിദ് ഖബീലകളുണ്ട്, എത്ര സാദാത്തുക്കളുണ്ട്. അവരൊക്കെയും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന ഖബീലകളിലെ പിൻഗാമികളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ വിശുദ്ധമായ ഇസ്ലാം അതിന്റെ ആദർശത്തിലും അതിന്റെ അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും യാതൊരു ഭേദഗതിയുമില്ലാതെ നമ്മുടെ രാജ്യത്ത് പ്രബോധനം ചെയ്തപ്പോ ആ വിശുദ്ധമായ ഇസ്ലാം, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് പാരമ്പര്യത്തിന് ഇസ്ലാം. അതിൽ കൂട്ടിച്ചേർക്കലുകളില്ല, അതിൽ ഭേദഗതികളില്ല, അതിലൊരു പുതിയ ആശയം കൂട്ടിച്ചേർക്കലില്ല. അങ്ങനെയുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഉലമാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഉന്നതരായ പണ്ഡിതന്മാർ കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 13 നൂറ്റാണ്ട് വരെ ഇസ്ലാമിന്റെ പ്രബോധനം തുടർച്ചയായിട്ട് ഇവിടെ നടന്നു. ആ ഇസ്ലാം പാരമ്പര്യത്തിന്റെ നമ്മുടെ ആദരണീയരായ സദാശിവ ഷെട്ടി സർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഇസ്ലാം അത് പാരമ്പര്യത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്, സഹിഷ്ണുതയുടെ ആശയമാണത്. ആ വിശുദ്ധമായ ഇസ്ലാം ഉലമാക്കളിലൂടെ ആത്മീയ ജ്യോതിസുകളിലൂടെ ഇവിടെ പ്രബോധനം ചെയ്യപ്പെട്ടപ്പോ അൽഹംദുലില്ലാഹ് ആ തനതായ ആശയം വേണ്ട വിധം സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 13 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വിശുദ്ധമായ സുന്ദരമായ ഇസ്ലാം അത് സൗഹാർദ്ദത്തിന്റെ മതമാണ്, അത് സ്നേഹത്തിന്റെ മതമാണ്, ഐക്യത്തിന്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്. ആ ആത്മീയതയുടെ തണലിൽ ഇസ്ലാം പടർന്ന് പന്തലിച്ചപ്പോ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന വലിയൊരു ആശയമായിട്ട് മുന്നോട്ട് പോയി. മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും അവരവരുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് ദാറുൻ നജാത്തിൽ നിന്ന് സനദവാകുന്ന പണ്ഡിതന്മാർ അവരുടെ പ്രത്യേക വസ്ത്രമണിഞ്ഞ് നമ്മുടെ സദസ്സിൽ ഇതിനെ അലങ്കരിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ സനദ് നൽകുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അവരുടെ ശിഷ്യന്മാരെ, അവരുടെ അനുയായികളെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ ആദരവോടെ പറഞ്ഞയക്കണം, അവർക്ക് അംഗീകാരം നൽകി പറഞ്ഞയക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നേരത്തെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ അതിർത്തിയോളം അനുഗമിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. തന്റെ ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തിയതിനു ശേഷം ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രബോധനത്തിനിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് അതിൽ വലിയ മാതൃകയുണ്ട്. അവരെ അണിയിച്ചൊരുക്കി അയക്കുന്ന പണ്ഡിതന്മാർ ഈ ദൗത്യമാണ് ഈ കാലഘട്ടത്തിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തേണ്ടത് നമ്മളാണ്, മറന്നുപോകരുത്. കാരണം ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട കാലം, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും ഇസ്ലാമിനെ മോശമായിട്ട് അവതരിപ്പിക്കാനും ഒളിഞ്ഞും തെളിഞ്ഞും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കാത്ത ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിനകത്തുള്ള മതയുക്തിവാദികൾ, സലഫികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇവിടെയുള്ള മറ്റു ബിദ്അത്തിന്റെ ആളുകൾ, കള്ളത്തൊരീക്കത്തുകാർ, അവരൊക്കെയും വിശുദ്ധമായ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മൂലം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് സനദ് വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരാണ്. നമ്മൾ ആ ദൗത്യം മറന്നു പോകരുത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കൾ എന്ത് ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചത്? അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ. സമൂഹത്തിൽ നന്മ കൽപ്പിച്ചു, സമൂഹത്തിന് നന്മക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. സമൂഹത്തിൽ തിന്മ കാണുമ്പോ അതിന് നഖശിഖാന്തം എതിർത്തു, അതിനെതിരെ അവർ ശക്തമായി